സ്നേഹോദരങ്ങൾ, പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം അനുഗ്രഹീതനാകുന്ന ഒരു ദൈവദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കൾക്കും വലിയ ആത്മീക ചൈതന്യത്തിന് കാരണമായി തീരട്ടെ. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവിൻ്റെ പ്രാവശ്യത്തോടെ എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡുമായി കടന്നു വരുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനവും സകല മഹത്വവും അവിടുത്തെ കർപ്പിക്കുന്നു. യേശു പോലെ ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം കോട്ടയം പാമ്പാടിയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ബെന്നി പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട ബെന്നി പാസ്റ്ററെ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. കോട്ടയം പാമ്പാടിയിൽ ഇല്ലയോ? അതെ. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ട്രാൻസ്ഫറിന്റെ സമയങ്ങളായിരുന്നു. എവിടെ നിന്നാ കോട്ടയത്തേക്ക്? അതോ കോട്ടയത്ത് തന്നെയായിരുന്നോ നേരത്തെ മുതലേ? ഞാൻ പാമ്പാടി സെൻട്രൽ തന്നെയായിരുന്നു. കാനം താബോർ പാതിപ്പല സഭയിൽ നിന്ന് ഇപ്പോൾ മറ്റക്കര പെനിയൽ സഭയിലേക്കാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ഓക്കെ. ഓർഗനൈസേഷന് IPC പാമ്പാടി സെക്ഷനിലാ പാസ്റ്റർ? പാമ്പാടി സെൻട്രൽ സെൻട്രൽ പാസ്റ്റർ ശുശ്രൂഷിക്കുന്നത് IPC ചർച്ച്. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ സാം ദാനിയൽ. ശരി. എന്നോട് സുജ സിസ്റ്റർ പറഞ്ഞിരുന്നു നല്ലൊരു ജീവിതാനുഭവമാണ്, വലിയ ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുക. അവരുടെ ചർച്ചയിൽ ഞാൻ 6 വർഷം ഇരുന്നതാണ്. ഓ, അത് ശരി. ശരി. സുജ സിസ്റ്റർ സാക്ഷ്യം നമുക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അനുഗ്രഹമായിരുന്ന ആ ഒരു ജീവിതാനുഭവം. അതെ. പാസ്റ്റർ ഇപ്പം ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? ഞാൻ ജനിച്ചു വളർന്നത് പാക്കിലാണ്. ഓ, അതും കോട്ടയം സൈഡ് തന്നെ അല്ലേ? കോട്ടയം തന്നെ. ശരി. മാതാപിതാക്കളെ കുറിച്ചും ജനിച്ചു വളർന്ന പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എന്റെ പിതാവ് രണ്ടുപേരും ഈ ലോകത്തിലില്ല. ഞങ്ങൾ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. പിതാവ് നല്ല മദ്യപാനിയായിരുന്നു. എന്നാൽ മാതാവ് നേരത്തെ തന്നെ വിശ്വാസ ജീവിതത്തിലായിരുന്നു. എന്റെ ജനനമൊക്കെ ഒരു വാടക വീട്ടിലായിരുന്നു. പാക്കിൽ കവലയ്ക്കടുത്തുള്ള പ്ലാപ്പള്ളിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിച്ച്. അവിടെ ആണ് എൻ്റെ ജനനം. ബാല്യമൊക്കെ വളരെ കഷ്ടവും ദുഃഖവും ദാരിദ്ര്യമൊക്കെ നിറഞ്ഞ ജീവിത അനുഭവം തന്നെയായിരുന്നു. ഞങ്ങൾ 5 മക്കളായിരുന്നു. അതെ, പ്രത്യേകിച്ചും പാസ്റ്റർ പറഞ്ഞല്ലോ, ഒരു മദ്യപാനശീലമുള്ള ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം, അങ്ങനെയുള്ള ഒത്തിരി ദുരിതങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം വിശ്വാസത്തിലേക്ക് ചുവടുകൾ വെച്ചത് ഏതൊരു സമയത്താണ്? പാസ്റ്ററുടെ കാലത്താണോ അതോ? അല്ല, എൻ്റെ അമ്മ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസിയായിരുന്നു. അതെ. അപ്പം നമുക്ക് ചെറുപ്പം മുതലുള്ള അനുഭവങ്ങൾ പറയാം പാസ്റ്ററെ. പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങളെല്ലാം പറയാം. ഞാൻ കേൾക്കാൻ റെഡിയാണ്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ. ഞാൻ ഓർപ്പിച്ചതുപോലെ പാക്കിൽ ആണ് ജനിച്ച് വളർന്നത്. ജനിച്ചത് ഒരു വാടക വീട്ടിലായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ 5 മക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഇളയത് ഒരു സഹോദരനും മൂത്ത ഒരു സഹോദരൻ. അവർ രണ്ടുപേരും ഇന്ന് ഈ ലോകത്തിൽ ഇല്ല. പിന്നെ ഉള്ളത് 2 സഹോദരിമാർ, ഒന്ന് മൂത്തതും ഒന്ന് ഇളയതും. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. ദൈവത്തിന്റെ കൃപയാൽ എല്ലാവരും സന്തോഷപരമായ അനുഭവത്തിൽ തന്നെ പോകുന്നു. ഓർപ്പിച്ചതുപോലെ വാടക വീടെന്ന നിലയിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. വളരെ
ദാരിദ്ര്യ അനുഭവത്തിൽ തന്നെയായിരുന്നു ബാല്യം. ഞാൻ പഠിക്കുന്നത് അവിടെ പാക്കിൽ കവലയ്ക്ക് അടുത്തുള്ള CMS LP സ്കൂളാണ് അറക്കൽ പഠിക്കുന്നത്. അത് 4 വരെയുള്ളൂ. അതിനുശേഷം 5ാം സ്റ്റാൻഡേർഡ് തൊട്ട് നാട്ടകം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം അവിടെ പൂർത്തീകരിച്ചത്. ദൈവത്തിന്റെ കരുണയാൽ ജീവിത അനുഭവത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യം കൂടി കടന്നുപോയി. ഞാൻ ആദ്യമായി ശമ്പളം മേടിക്കുന്നത് എൻ്റെ 11ാമത്തെ വയസ്സിലാണ്. അപ്പോൾ മനസ്സിലാക്കാം ജീവിതത്തിന്റെ സാഹചര്യം. ഞങ്ങളുടെ അടുത്തുള്ള മനോരമ ഏജന്റായ അദ്ദേഹത്തിന്റെ പേര് കൊച്ചുകുഞ്ഞെന്നാണ്. അദ്ദേഹമില്ല, മക്കളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ആ പത്രവിടുതലിൽ നിന്ന് ലഭിക്കുന്ന എൻ്റെ ആദ്യത്തെ വരുമാനം. ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. പക്ഷെ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിത അനുഭവം തന്നെയായിരുന്നു എൻ്റേത്. 3 വയസ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ ആരംഭത്തിൽ, അത് കഴിഞ്ഞാൽ എൻ്റെ ആരംഭത്തെ മരണത്തെ ഒരു ഏകദേശം 5-6 പ്രാവശ്യം മുഖാമുഖം കണ്ടതുകൊണ്ടാണ് ആദ്യം 3 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു വണ്ടിക്കടിയിൽ, എൻ്റെ മൂത്ത സൗരി പോയ പുറകെ കടയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വണ്ടിക്കടിയിൽ പെട്ട് ഞാൻ. വണ്ടി കയറി ഇറങ്ങി, പക്ഷെ ഞാൻ നേരെ കിടന്നു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കയറി ഇറങ്ങി വണ്ടി അങ്ങ് പോയി. അതിനുശേഷമാണ് അവർ നിർത്തുന്നത്. അപ്പോൾ ആ നിലയിൽ രക്ഷപ്പെട്ട് മുമ്പോട്ട് വന്നു. ദൈവത്തെ കുറിച്ച് അറിയാം. അമ്മ ഇങ്ങനെ വിശ്വാസ ജീവിതം നയിച്ചിരുന്നതുകൊണ്ട് മാത്രം. ഓർത്തഡോക്സ് ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്ന ജീവിതാനുഭവമൊന്നും എനിക്കില്ലായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അതായത് ഒരു യൗവനക്കാരൻ ഏതെല്ലാം നിലയിൽ ജീവിതം ആസ്വദിക്കാമോ അതേപോലെ തന്നെ എല്ലാത്തിലും, എല്ലാ വെറുക്കത്തിലും ജീവിത അനുഭവത്തിൽ കൂടി മുമ്പോട്ട് പോയ വ്യക്തി തന്നെയാണ്. എൻ്റെ 26ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതും ദൈവസഭയോട് ചേർന്ന് അതിനുശേഷം സ്നാനപ്പെടുന്നതും വിവാഹ ജീവിതത്തിലൊക്കെ കടക്കുന്നത്. വിവാഹ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ കോട്ടയത്ത് തന്നെ ചുങ്കത്തുള്ള വീട്ടിലെ പേര് ഓമന, സ്കൂൾ നെയിം എലിസബത്ത്. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. മോന്റെ പേര് റോഷൻ, അവൻ്റെ ഭാര്യ ഫേബ, മോൾ നോറ. മോൻ സൗദിയിൽ മരുമകൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയാള് എസ്തർ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ജീവിത പശ്ചാത്തലം. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താണ് മുമ്പോട്ട് പോയത്. കോട്ടയത്തുള്ള ഒരു ഏഞ്ചൽ കോഫി, അവിടെയാണ് ഞാൻ കൂടുതൽ സമയം ജോലി ചെയ്തത്. പിന്നെ ബദൽ സാൻ ട്രിവേസ്. അതിനുശേഷം ഞാൻ ഒമാനിലേക്ക് പോയി. അവിടെ പല കമ്പനികളിലും മാറി മാറി പല ജോലികളും ചെയ്തു. അതിനുശേഷം ഒരു അവധിക്ക് നാട്ടിൽ വന്നതാണ്. ദൈവത്തിന്റെ ആത്മാപ്രേരണയാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബൈബിൾ കോളേജ് പഠനം, വടവാതൂർ ബൈബിൾ കോളേജിൽ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം PGക്ക് വേണ്ടി കുമ്പനാട് ഹെബ്രോനിൽ ചേർന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പാമ്പാടി സെൻട്രൽ സഭാ ചാർജ് ലഭിക്കാനിടയായി. അവിടെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസർ TC കോശി സാർ, അദ്ദേഹമാണ് അന്ന് പാമ്പാടി സെൻട്രൽ മിനിസ്റ്റർ. ആ നിലയിൽ ആ സമയത്ത് ചർച്ചിലേക്ക് വരുവാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി. മാക്കൽപ്പടിയിലുള്ള ശാലെ നോർത്ത് സഭയിലാണ് ഞാൻ ആദ്യമായി വരുന്നത്. അവിടെ 5 വർഷം സഭ ശുശ്രൂഷകനായി ഇരുന്നു. ദൈവത്തിന്റെ കൃപയും കരുണയും എല്ലാം നല്ല നിലയിൽ തന്നെ അവിടെ പ്രവർത്തിച്ചു. എന്നാൽ മാറ്റത്തോട് അടുക്കുന്ന എന്ന് പറയുമ്പോൾ സ്ഥലമാറ്റം വരുന്ന സമയത്താണ് എനിക്ക് ക്യാൻസർ പിടിപെടുന്നത്. അതിൻ്റെ 3ാമത്തെ സ്റ്റേജിലാണ് ഞാനത് അറിയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഉള്ള സമയമായി. ഞാൻ അവിടുന്ന് അടുത്ത ചർച്ചായ
കൂരോപ്പുഴ കർമ്മൽ ചർച്ചിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. ആ നിലയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ എന്ന ഈ മാരക രോഗത്തെക്കുറിച്ച് അറിവ് കിട്ടിയത്. തുടർന്ന് ഞാൻ അവിടെ പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 1 മാസം കൂടി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ എല്ലാം പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ അതറിഞ്ഞപ്പോൾ തന്നെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി. പക്ഷേ ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരിക്കലും മറക്കാനും പറ്റാത്ത ഒരു ജീവിത അനുഭവമാണ്. ഇപ്പോൾ ഇവിടെ ഓർപ്പിച്ച പോലെ കർമ്മേൽ കൂരോപ്പട സഭയിലേക്കാണ് ഈ ക്യാൻസർ ഉള്ള സമയത്ത് ഞാൻ ചെല്ലുന്നത്. ഓർപ്പിച്ച സിസ്റ്റർ സുജയുടെ ഒക്കെ മെമ്പർഷിപ്പുള്ള ചർച്ചാണ്. പക്ഷേ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും 3-ാം സ്റ്റേജാണ്. അതിനെല്ലാം വളരെ പ്രശ്ന സങ്കീർണമായ അനുഭവമാണ്. മെഡിക്കൽ കോളേജ് കോട്ടയം, അവിടെ ഡോക്ടർ രാജേഷ് ഏറ്റവും നല്ലൊരു വളരെ റിലേറ്റീവായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും നല്ല നിലയിൽ അദ്ദേഹം വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി. ഓപ്പറേഷൻ അനിവാര്യമാണ്, മുമ്പോട്ടുള്ള ജീവിതങ്ങൾ ദുസ്സഹമായിരിക്കും എന്നൊക്കെ എന്നോട് വളരെ ശാന്തമായ നിലയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പുതിയ സഭയിലേക്ക് ചാർജ് എടുക്കുവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മനസ്സുകൊണ്ട് മടിയായിരുന്നു. പക്ഷെങ്കിൽ ഒരിക്കലും മറക്കാത്ത നിലയിൽ ആ കർമ്മേൽ കൂരോപ്പട ചർച്ചുകാർ വളരെ ഹാർദവുമായി ഒരു ദൈവദൂതനെ സ്വീകരിക്കുന്നത് പോലെ അവർക്ക് എന്നെ മാത്രം മതി എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ അവർ ഉറച്ചു നിന്നു. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. കീമോ സ്റ്റാർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തുവെങ്കിലും തിരുവനന്തപുരം RCCയിൽ 28 റേഡിയേഷനും 12 കീമോയും എടുത്തു. പക്ഷേ ഓപ്പറേഷൻ ശേഷം കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചർച്ചകാരൊന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മടി പറയുന്നുണ്ട്. അവർ വളരെ മാന്യമായിട്ട് 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു. ആദ്യത്തെ കീമോ എടുത്തപ്പോൾ ദൈവത്തെ ആത്മാവിനോട് ഇടപെട്ടു. ഞാൻ അവിടുന്ന് തന്നെ RCC നേരെ വന്ന് ഇവരോട് വിളിച്ചു പറഞ്ഞേച്ച് വന്നു, ഞാൻ ചാർജ് എടുക്കുവാൻ തയ്യാറാണ്. ആ റോഡ് സൈഡിലാണ് കൂരപ്പടയിലുള്ള കർമ്മൽ ചർച്ച്. അപ്പൊ എനിക്ക് അറിയാം ഇതിന്റെ അനുഭവം. മുടി കൊഴിയും, ഛർദിക്കും, റോഡ് സൈഡിൽ കിടന്നു ഒരു പാസ്റ്റർ, അതൊരു നോക്കുകുത്തിയ അനുഭവമാകുമല്ലോ എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിലും അവരുടെ വിശ്വാസത്തിൽ ഞാൻ ചുവടെടുത്തു വെച്ചു എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ. അത് ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. അവിടെ 6 വർഷം ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഈ 6 വർഷം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാൻസർ ആയിട്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിലും ഇതിന് ഈ 6 വർഷത്തിന്റെ ഇടയ്ക്ക് പലവിധമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു. പക്ഷെ ആ സഭ വളരെ പ്രാർത്ഥനയോടെ ഒറ്റക്കെട്ടായിട്ട് എന്നോട് കൂടെ നിന്നു. അവർ ഈ 6 വർഷം പോയത് എങ്ങനെയെന്ന് അവർ തന്നെ അറിയത്തില്ല. 6-ാം വർഷം എന്നോട് തുടരുവാൻ, അതിനുശേഷം 7-ാം വർഷം തുടരുവാൻ പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ പോരുകയാണ് ചെയ്തത്. അവിടെ ആ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ കീമോ തിരുവനന്തപുരത്ത് പോയി എടുത്തതിന് ശേഷം ആ കീമോ, എൻ്റെ കീമോ എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ട് കുടലിനായിരുന്നു ക്യാൻസർ. റേഡിയേഷനും എല്ലാം ആ വയറിന്റെ ഭാഗത്തോട് തന്നെ ആയിരുന്നു. 3 ദിവസം കൊണ്ട് കയറുന്ന കീമോ തെറാപ്പിയാണ് ചെയ്തത്. പക്ഷെ ആ കീമോ ചെയ്ത് ചില മണിക്കൂർ അവിടെ ഇരുന്നതിന് ശേഷം ആദ്യം കുറച്ച് ദിവസം അവിടെ തന്നെ ഞാൻ വിശ്രമിക്കുമായിരുന്നു. പിന്നെ പുറകോട്ട് തിരിഞ്ഞിട്ടില്ല. നേരെ പാഴ്സർജി വരും, ചർച്ചിൽ വരും. കുറച്ചു ദിവസമൊക്കെ റെസ്റ്റ് ഉണ്ടായിരുന്നു. അവര് നല്ലതായിട്ട് സഹകരിച്ചു. കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ, ചുരുക്കം ദിവസങ്ങൾ വേറൊരു പാസ്റ്ററെ അവര് ആക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും കീമോ എടുത്തതിന് ശേഷം അതും വെച്ചേണ്ട് അതെന്ന് പറഞ്ഞാൽ അത് കയറി കഴിയുമ്പോൾ തുടർന്ന് ശുശ്രൂഷിപ്പാനുള്ള വലിയ ദൈവത്തിന്റെ കൃപ എനിക്ക് നൽകി. അത് ആ സഭ അവരുടെ വലിയ പ്രാർത്ഥന തന്നെയായിരുന്നു. എന്നാൽ അപ്പോൾ ആ കീമോ ഒക്കെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോരാൻ ഒരു മടിയില്ലാതെ ശുശ്രൂഷിക്കുവാനൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം അത് തീർന്നു കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു മെയിൽ നേഴ്സ് ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലെ ബാബു സാർ. അദ്ദേഹം താമസിക്കുന്നത് കഞ്ഞിക്കുഴിയിലായിരുന്നു. ആ സ്ഥലത്ത് ഞാൻ പോയി അദ്ദേഹത്തിനെ കൊണ്ട് ഊരിച്ച് അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. സാധാരണ എല്ലാവരും അവിടെ തന്നെ തങ്ങുമെങ്കിലും ഞാൻ ഇങ്ങനെ പോകുന്ന ദൈവം എനിക്ക് അതിനു വേണ്ടി സ്കൂട്ടറൊക്കെ ഓടിക്കാനും അങ്ങനെയുള്ള എല്ലാം ചെയ്തു. അതൊരു ബുദ്ധിമുട്ടുമില്ല, സധൈര്യം തന്നെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുടലൊട്ടി.
കുടലുട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. 21 ദിവസം ജലപാനമില്ലായിരുന്നു. 22ാമത്തെ ദിവസമാണ് പഞ്ഞുകൊണ്ട് ചെറിയ വെള്ളം തൊട്ട് തന്നു. വളരെ പ്രയാസകരമായ, മരണത്തോട് മല്ലടിച്ച ജീവിത അനുഭവങ്ങൾ തന്നെയായിരുന്നു. അവിടെ നിന്ന് ക്ലിയറായി അത് ദൈവം സഹായിച്ച് മുമ്പോട്ട് പോയി. ഇതെല്ലാം ചെയ്യുമ്പോൾ കൂരപ്പുഴ തന്നെ. അതിനുശേഷമാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ 100% ബ്ലോക്ക് ആയിരുന്നു. എന്നാൽ ദൈവജനങ്ങൾ, ദൈവമക്കൾ, അവിടെയൊക്കെ പ്രാർത്ഥന എനിക്ക് വളരെ കോട്ടയായിരുന്നു. പ്രത്യേകിച്ച് പാമ്പാടി സെന്റർ അവരെന്നെ കൈവിട്ടില്ല. വളരെ ആദരവോട് എല്ലാവരും നല്ല നിലയിലുള്ള പ്രാർത്ഥന തന്നെയാണ് എന്നെ സജീവമായി നിലനിർത്തുവാൻ ദൈവം സഹായിച്ചത്. അപ്പോൾ ഈ ക്യാൻസർ വന്നു, കുടലൊട്ടി, ഹാർട്ട് അറ്റാക്ക് ആയി. ഇതെല്ലാം ആ ചർച്ചിൽ വെച്ച് ആണ് നടന്നത്. മരണത്തോട് മല്ലടിക്കുന്ന ജീവിത അനുഭവമാണെങ്കിലും അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടോ അല്ലെ പ്രയാസമോ ഒന്നും തോന്നാത്ത, ഇതെല്ലാം കഴിയുന്ന അതേ പീരീഡ് കഴിയുമ്പോൾ അടുത്ത സമയത്ത് തന്നെ ഞാൻ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. എനിക്ക് അധികം റെസ്റ്റോറൻ്റ് ഒന്നും അങ്ങനെ ഒരു ഡോക്ടർ പറയുന്ന പീരീഡിൽ ഞാൻ അടങ്ങിയിരിക്കുമെന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ടും ഭംഗിയായിട്ടും നടന്ന് അതിനുശേഷം അവിടെ വെച്ച് വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകും. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം, സോഡിയം അങ്ങനെയുള്ള യാതൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് മെഡിക്കൽ കോളേജ് ചെല്ലുന്നത് സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ്. അവിടെ ചെന്നാൽ അതുകൊണ്ടാണ് രാജേഷ് ഡോക്ടർ പേര് ഞാൻ എടുത്തു പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ തന്നെ ആ ഡോക്ടർ ചാടി എഴുന്നേറ്റ്. അദ്ദേഹം വിവരം ചോദിച്ചപ്പോൾ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ജീവനില്ലാത്ത ഒരു ജീവശവം, അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സ്കൂട്ടറെ വന്നെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ എഴുന്നേറ്റ് പോയി ബ്ലഡ് കയറ്റാനുള്ള അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് വീട്ടിൽ അറിയിക്കുകയും വീട്ടിൽ നിന്ന് ആൾ വരികയും ചെയ്തത്. ഞാൻ ആദ്യം അങ്ങനെ പോകുന്ന ഒറ്റയ്ക്ക്. അങ്ങനെ എല്ലാ പ്രതിസന്ധിയുടെ ജീവിത അനുഭവത്തിലും കർത്താവ് എന്നോട് കൂടെ ഇരുന്നു. ഇത് മുഴുവൻ നടക്കുമ്പോഴും സഭ വളരെ ഉത്തരവാദിത്തോടു കൂടെ തന്നെ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ ഒരു ദൂതനെ കൈക്കൊള്ളുന്നത് പോലെ തന്നെ അവർ എൻ്റെ ആവശ്യങ്ങളിൽ, സുജയുടെ ഭർത്താവാണ് ബ്രദർ അലക്സ്, അതുപോലെ ബ്രദർ ഷാജി, ബ്രദർ ബിനോയ്, ഇവരൊക്കെ വളരെ സജീവമായി തന്നെ എന്നോടൊപ്പം രംഗത്ത് നിന്ന് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും പാസ്റ്റർ ബിനോയ്, പാസ്റ്റർ അനിയൻകുഞ്ഞ്, അവരൊക്കെ വളരെ നല്ല നിലയിൽ തിരുവനന്തപുരത്ത് വരുവാനും ട്രെയിൻ യാത്രകളിലൊക്കെ സഹായിക്കാൻ, അങ്ങനെ വലിയൊരു ഹെൽപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വളരെ വാസ്തവമാണ്. ഇതെല്ലാം മരണകരമായ അനുഭവത്തിൽ കൂടി പോയി എങ്കിലും അവിടെ നിന്നെല്ലാം ജീവനോടെ കർത്താവ് കൊണ്ടുവന്ന് അതിനുശേഷമുള്ള ട്രാൻസ്ഫറിലേക്ക് ഞാൻ കുറിച്ചുമല ഹെബ്രോൻ സഭയിൽ ചെന്നെത്തി. വളരെ നല്ല നിലയിലുള്ള സഹകരണം അവരിൽ നിന്നുമുണ്ടായി. അവിടെ വെച്ച് എനിക്കും കൊറോണ വന്നു. ഇങ്ങനെ ഈ ശരീരത്തിന്റെ ഈ പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ദൈവം യാതൊരുവിധമായ ദോഷവും സംഭവിക്കാത്ത നിലയിൽ അവിടെ 2 ആഴ്ച കട്ടിലിൽ ഒരേ കിടപ്പ്, നടു അനങ്ങാൻ വയ്യാതെ കിടക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു. യാതൊരുമായ കുഴപ്പമില്ലാതെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു. അപ്പോൾ 6 വർഷം ഊരപ്പടയിൽ ഇരുന്നതിന് ശേഷം ആദ്യത്തെ 5 വർഷം ശാലേം നോർത്തിലായിരുന്നു. അതിനുശേഷം കർമ്മേൽ പൂരപ്പട, അതേ തുടർന്ന് കുറിച്ചുമല ഹെബ്രോൻ, അവിടുന്ന് മാറ്റം വരുമ്പോഴാണ് പാതിപ്പലം താബോർ ചർച്ചിൽ ചെല്ലുന്നത്. അവിടെ 3 വർഷം ശുശ്രൂഷിച്ച് അവിടെ ആയിരുന്നപ്പോൾ ഹെർണിയ എന്ന് പറയുമ്പോൾ സാധാരണയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് സീരിയസ് ആയിരുന്നു. 13 ദിവസവും ICUയിൽ തന്നെയായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിന്റെ ICUയിൽ ഒരു ദിവസം ഞാൻ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു വിടുന്ന അനുഭവമാണ്. എന്നാൽ അവരിനി ചെല്ലരുത് എന്ന് പറയുന്ന തക്ക നിലയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രയാസങ്ങൾ പറഞ്ഞുവെങ്കിലും സർവശക്തന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ, ദൈവജനങ്ങളുടെ പ്രാർത്ഥന, ആ സഭ എല്ലാം വളരെ സപ്പോർട്ടീവായി എന്നോട് പ്രവർത്തിച്ചു. ഞങ്ങളുടെ സെൻട്രൽ മിനിസ്റ്റർ സാന്താനിയൻ, അവിടെയുള്ള പാസ്റ്റേഴ്സ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി എന്നോട് സഹകരിക്കുന്നുണ്ട്. തുടർന്നും എനിക്ക് ദൈവത്തിന്റെ വേലയിൽ തന്നെ വ്യാപൃതനായിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ്
പെനിയൽ മറ്റക്കര സഭയിൽ ചാർജ് എടുത്തിരിക്കുന്നു. ഈ വേളയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് മാറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ ആഴ്ചയിലോട്ട് പ്രവേശിച്ചേ ഉള്ളൂ. ഇത്രയും സന്ദർഭങ്ങളിലും മരണകരമായ എല്ലാ അനുഭവത്തിലും പോയപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെയിരുന്നു. ബാല്യത്തിലാണെങ്കിലും പ്രയാസങ്ങൾ നേരിട്ട് റോഡിൽ ജീവിക്കേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും കരുണയും ഞങ്ങളോട് കൂടെ ഇരുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് വളരെ സന്തോഷമായി ഇരിക്കുന്നു. ദൈവത്തിന്റെ കരുണ തലോട് ഞങ്ങളോട് കൂടെ ഇരുന്നു. ഇപ്പോഴും ശുശ്രൂഷയിൽ തന്നെ ഇത്രയും രോഗം വഹിച്ചുകൊണ്ട് ശുശ്രൂഷയിലായിരിക്കാൻ, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ എല്ലാം ഇത് കൂടാതെ അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവം എന്നെ നടത്തുന്നത് വളരെ ശക്തമായ നിലയിലുള്ള ദൈവജനങ്ങളുടെ എൻ്റെ സെൻട്രലിന്റെ പ്രാർത്ഥന തന്നെയാണ്. ഈ അനുഭവത്തിൽ കൂടി മുമ്പോട്ട് തന്നെ ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററെ, പിന്നെ ചർച്ചിന്റെ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ രോഗത്തിന്റെ അവസ്ഥകൾ അതൊരു വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു അനുഭവമാണ് അല്ലേ? കാരണം ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ രോഗം, അതിനകത്ത് നമ്മുടെ ദൈവമക്കളുടെ സഭാവിശ്വാസികളുടെ ഒരു നല്ല സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഇല്ലെങ്കിൽ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. 100% എൻ്റെ സെന്റർ എന്നെ പിടിച്ചു നിർത്തി. അതെ പാസ്റ്ററെ, ഈ ക്യാൻസറിന്റെ ഒരു ആരംഭം എങ്ങനെ അത് തിരിച്ചറിഞ്ഞത്? എന്തെങ്കിലും അങ്ങനെ അസ്വസ്ഥ തിരിച്ച് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മലദ്വാരത്തിൽ കൂടി ഇങ്ങനെ അർഷസ് പോലെ ഇറങ്ങി വരും. അപ്പൊ എന്റെ ചിന്ത എല്ലാവർക്കും ഇതുള്ളതാണെന്നാണ് എന്റെ ചിന്ത. ഞാൻ പറഞ്ഞല്ലോ, ബാല്യമൊക്കെ വളരെ പ്രയാസകരമായ അനുഭവത്തിലാണ്. അപ്പോൾ അന്ന് പറമ്പിൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു എൻ്റെ പ്രായമുള്ള അത്ര സുബോധ ഇച്ചിരി കുറഞ്ഞ ഒരാളായതുകൊണ്ട് എൻ്റെ മുമ്പിലൊക്കെ വന്നിരുന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും ഇങ്ങനെ ഉള്ളത് കൊണ്ട് എൻ്റെ വിചാരം ഇതെല്ലാവർക്കും ഇങ്ങനെ ഉള്ളതാണ്. എനിക്കതേപ്പറ്റി അറിയത്തില്ലായിരുന്നു. മുമ്പോട്ട് പോയി കുറെ ഏകദേശം ചെറിയതായിട്ട് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം പലപ്പോഴും ഇങ്ങനെ, അതായത് ചെറുപ്പത്തിൽ ഇങ്ങനെ ചൂണ്ടയിടാൻ പോയപ്പോഴത്തേക്കിന് അതിന് ശേഷം ഞാനൊരു കണ്ടത്തിന്റെ സൈഡിൽ ഇരുന്ന് ഇതുപോലെ പ്രഭാത കൃത്യം ചെയ്യുമ്പോൾ അന്ന് ചൂണ്ടയിടുന്ന സ്നേഹിതരുണ്ട്. അപ്പൊ അവരിത് കണ്ടപ്പോൾ അവരെന്നെ കളിയാക്കി, ഇവനിങ്ങനെ അരിയോസിന്റെ പ്രയാസം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇതേപ്പറ്റി മനസ്സിലാകുന്നത് തന്നെ ഇത് വേറെ എന്തോ ആണ്, എല്ലാവർക്കും ഉള്ളതല്ല എന്നുള്ളൊരു ചിന്ത വന്ന് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോഴത്തേക്കിന് അത് അത്ര കാര്യമാക്കിയില്ല. പിന്നെ ഇപ്പൊ ഏകദേശം 12 വർഷം ആയി ഇതിന്റെ ഓപ്പറേഷൻ ആയിട്ട് കഴിഞ്ഞിട്ട്. അതിനുശേഷം ഒരുപാട് പ്രാവശ്യങ്ങൾ എൻ്റെ ഇനിയും ചെല്ലരുത് എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ശരീരമെല്ലാം കീറി മുറിക്കപ്പെട്ടെങ്കിൽ ബ്ലഡ് അഥവാ ബ്ലീഡിങ് ചെറുതായിട്ട് വരുമ്പോൾ ഫ്ലഷ് ചെയ്ത് പോയപ്പോൾ ഒരു ദിവസം ഞാൻ കയറിയ പുറകെ എൻ്റെ ഭാര്യ സഹോദരി ബാത്റൂമിൽ ചെന്നപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ വന്നത്, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട്, ഇത് പണ്ട് തൊട്ട് എനിക്ക് ഇങ്ങനെ ഉള്ളതാണ്. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിച്ചു. അങ്ങനെയാണ് പോകുമ്പോൾ അവിടെ ചെന്ന് കൃത്യമായി കണ്ടത് ഈ രാജേഷ് ഡോക്ടറെയാണ്. അദ്ദേഹം ഇത് നോക്കിയപ്പോൾ തന്നെ അവർക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ അതിന്റെ കാരണം ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കാതല്ല, വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഓർപ്പിച്ച ബാബു സാർ എന്ന മെയിൽ നേഴ്സ് എനിക്ക് വളരെ സഹായകനായി എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അധികം താമസിക്കാതെ തന്നെ ഓപ്പറേഷന് ചെയ്തു. അപ്പോൾ തന്നെ കീമോയ്ക്ക് അവിടെ താമസം നേരിട്ടപ്പോൾ ആ ഡോക്ടർ തന്നെ പറഞ്ഞ് പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ തിരുവനന്തപുരത്ത് പോയി ബാക്കി കാര്യങ്ങൾ ചെയ്തത്. വളരെ അവിടെയൊക്കെ വളരെ സപ്പോർട്ടീവായി എൻ്റെ സ്നേഹിതന്മാർ എന്നോടൊപ്പം തന്നെ കുടുംബം ഉണ്ടായിരുന്നു. ഓക്കെ. പാസ്റ്ററെ, പലപ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ പ്രായം മുതലുള്ള അസ്വസ്ഥതകളുള്ളത് കൊണ്ട് അത് അതിൽ കൂടുതൽ വലിയൊരു അസുഖമാണോ അല്ലെങ്കിൽ അതങ്ങനെ മാറാൻ സാധ്യതയുണ്ടോ എന്നൊന്നും ചിന്തിച്ചില്ല. അതാണ് അതിന്റെ ഒന്നും ചിന്തിച്ചിട്ടില്ല, വേറെ എങ്ങും കാണിച്ചിട്ടുമില്ല. കർത്താവിന്റെ കൃപ കൂടിയിരുന്നു അത് ഡിറ്റക്ട് ചെയ്യുവാനും അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഈ കാലത്ത് ഒത്തിരി ആളുകൾ ക്യാൻസർ വന്ന് സർവൈവ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു കാലത്ത് അത് വളരെ ഭീകരമായ ഒരു അസുഖമായിരുന്നെങ്കിൽ ഇന്ന്
നമുക്ക് ക്യാൻസർ വന്നെന്ന് കണ്ടുകൊണ്ട് ജീവിതം തീർന്നു എന്നൊന്നും നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ഒന്നും വേണ്ട. പ്രാർത്ഥനയിലൂടെയും ഇതുപോലെ തന്നെ ട്രീറ്റ്മെന്റിലൂടെയും ഒക്കെ അല്ലേ പുറത്തു വരാനുള്ളൊരു തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ക്യാൻസർ ഒരു പ്രത്യാശയുണ്ട്. ജീവിതത്തിന്റെ അവസാനമല്ല. അതെ, ക്യാൻസർ ജീവിതത്തിന്റെ ക്യാൻസർ അവസാനമല്ല. ജീവിതത്തിന്റെ അവസാനമല്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. അത് കഴിഞ്ഞ് എത്ര പ്രയാസ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി. എല്ലാ മരണവുമായി മുഖാമുഖം കണ്ട പ്രയാസ അനുഭവങ്ങൾ തന്നെയായിരുന്നു. അതെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ പ്രായത്തിലെ കഷ്ടങ്ങൾ അനുഭവിച്ചു, രോഗങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, മരണകരമായ അനുഭവത്തിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ടു. പാസ്റ്റർ ജീവിതത്തിലെ ഒരു ശുശ്രൂഷക ജീവിതത്തിലേക്ക് പാസ്റ്റർ വരാനുള്ള ഒരു അനുഭവം എന്തുവാ? ഏത് രീതിയിലാണ് അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് അത് ഞാൻ ഒമാനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലീവിന് വന്നതാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഹേമിച്ചു. ആ നിലയിൽ അന്ന് പഠിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്താണ് ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. അങ്ങ് സമ്പാദ്യമോ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും അവിടെ ചെന്ന് പല കഷ്ടപ്പാടുകളും ഒമാനിൽ വെച്ചുണ്ടായി. എങ്കിലും നല്ലൊരു ജോലി ലഭിച്ചതിന്റെ ആദ്യത്തെ വർഷം തന്നെ, അവിടെ ഏകദേശം 10 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു. നല്ല ജോലി ലഭിച്ച ആദ്യത്തെ വർഷം തന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയാണ് ചെയ്ത്. കയ്യിൽ ഒരു കരുതലും ഇല്ലായിരുന്നു. ദൈവം ഇന്ന് വരെ നടത്തി. എല്ലാ പ്രയാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൂടി പോയപ്പോഴത്തേക്കും ദൈവവേല ചെയ്യണമെന്ന് ചെറുപ്പത്തിൽ അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ദൈവത്തോട് എതിർത്ത് നിന്ന് കലാപരമായിട്ടും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലെല്ലാം എനിക്ക് അതെല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. എൻ്റെ ബാല്യകാലത്തിൽ ഒരു വ്യത്യാസവും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒമാനിൽ ചെന്നതിന് ശേഷം ആണ് ഞാൻ കൂടുതലായിട്ട്, കാരണം എൻ്റെ റൂംമേറ്റ് തന്നെ ഒരു കൃഷ്ണൻകുട്ടി, ഒരു ഡേവിഡ്, ഇവരൊക്കെ സ്ഥാനപ്പെടുവാനിടയായി. ഞാൻ ജോലി ചെയ്ത ചർച്ചിലെ ജോലി ചെയ്ത കമ്പനിയിൽ ഏകദേശം 35 സ്റ്റാഫുള്ള ഒരു കമ്പനിയായിരുന്നു. അവിടെ 30 പേരും ഞാൻ ആരാധനയ്ക്ക് കൊണ്ടുപോകായിരുന്നു. അതിലാണ് ഈ രക്ഷിക്കപ്പെട്ട് ഈ പറയപ്പെട്ട സ്ഥാനപ്പെടുവാനൊക്കെ സാഹചര്യം ഒരുക്കുക. അന്ന് അവിടെ വെച്ച് എനിക്ക് വളരെ ആത്മീയമായ ഉത്തേജനം ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രേരണ കിട്ടി. കാലെടുത്ത് മുമ്പോട്ട് വെച്ച് ഓർപ്പിച്ചതുപോലെ ബൈബിൾ കോളേജിൽ ശാലേം വടവതിർ കയറി പഠിച്ചു. തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സഭ ലഭിച്ചു. അങ്ങനെ മുമ്പോട്ട് കാൽച്ചുവട്ടുകൾ എടുത്തു വെച്ചു. ഇന്നുവരെയും സർവശക്തൻ യാതൊരു വിധമായ അല്ലലോ കൂടാതെ വലിയ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ ക്ഷേമകരമായി കുടുംബകരമായി നടത്തിക്കൊണ്ട് ഇരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഓർപ്പിച്ച പോലെ 3 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ മരണത്തിന് ഞാൻ അടിമപ്പെട്ടു. എങ്കിലും സമാചാരത്തിനോടനുബന്ധിച്ചാണ് പല കഷ്ടങ്ങളിലും രോഗങ്ങളിലും ഒക്കെ കടന്നുപോയത്. ഞാൻ അതിനെ ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തു. ഈ ക്യാൻസറിന്റെ ഇതെല്ലാം കഴിഞ്ഞും ഹാർട്ട് അറ്റാക്ക് അതിന് ശേഷം കുടലൊട്ടിയതിന് ശേഷമാണ് നടക്കാൻ മേലാത്തൊരു അനുഭവം പോലെ എനിക്ക് വന്നു. പക്ഷെ യാത്ര ചെയ്യാൻ എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പം ഒരു കാറ് വേണം. കാരണം വെയിൽ കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. കാരണം ശരീരം വളരെ, ഇപ്പോഴും എൻ്റെ പല്ലൊക്കെ പലതും കൊഴിഞ്ഞിരിക്കുകയാണ്. അത് വന്നുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. മിക്കവാറും അണലൊന്നും പല്ലില്ല, പൊഴിഞ്ഞു. അധികം ചൂടൊക്കെ അടിക്കാൻ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വളരെ ക്ഷീണിതനായി, ശരീരമൊക്കെ വളരെ പ്രാകൃതനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന ഉടൻ നടക്കാൻ വളരെ ബുദ്ധിമുട്ട്. സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പറ്റത്തില്ല കാല്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. അതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്ത് എനിക്ക് വാഹനം ആവശ്യമാണ്, ഒരു കാർ ആവശ്യമാണ്. പൈസ ഇല്ല കൈ. എനിക്ക് അക്കൗണ്ട് ഉള്ളത് പാമ്പാടിയിലുള്ള ഫെഡറൽ ബാങ്കിലാണ്. ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ ചെന്ന് സ്റ്റെപ്പെ കൂടി കയറെ തൂങ്ങുന്ന പോലെ വളരെ ബുദ്ധിമുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞ് എനിക്കൊരു വാഹനം മേടിക്കാനുള്ള ലോൺ തരണമെന്ന്. എനിക്ക് തോന്നുന്നത് ഒരു മറുപടിയും തന്നിട്ടില്ല. ഒരു ബാങ്കുകാരും അങ്ങനെ എന്നെ കണ്ടപ്പോൾ എന്ത് തോന്നിയെന്നും എനിക്കറിയത്തില്ല. എൻ്റെ ചിന്ത അതല്ല, എനിക്ക് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മുമ്പോട്ട് പോകണം, യാത്ര ചെയ്യണം, വാഹനം ആവശ്യമാണ്. കുറേ ഏകദേശം എൻ്റെ ശരീരാവസ്ഥയ്ക്ക് അധികം നിൽക്കാൻ പറ്റത്തില്ല. ഒരു 15-20 മിനിറ്റ് നിന്നിട്ട് ആരും എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ട് ഒരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞതല്ലാതെ അദ്ദേഹം ഒരു മറുപടിയും തന്നില്ല. അദ്ദേഹം ക്യാബിനകത്തോട്ടും അതിൻ്റെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട്. മാറി മാറി ആൾക്കാരെന്നെ നോക്കുന്നല്ല, ആരും എൻ്റെ അടുക്കിലേക്ക് വന്നില്ല. നിരാശനായി ഒരു 15 അല്ലെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് ഉണ്ടായത്. പക്ഷെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോടും മോളും ഉണ്ടാകുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ട് വേറെ പ്രൈവറ്റായിട്ട് അവർ തന്നെ പോയി വാഹനം ബുക്ക് ചെയ്ത് പ്രൈവറ്റായിട്ട് ലോൺ എടുത്ത്
ആ വാഹനം എടുക്കുക ചെയ്തത്. എന്ന് പറയുമ്പോൾ നടക്കാൻ വയ്യാത്തപ്പോഴും പിന്നെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് വണ്ടി ഓടിക്കുവാൻ, എല്ലായിടത്തും വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ RCCയിലൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തുനിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ ഒക്കെ എല്ലായിടത്തും ആ നിലയിലുള്ള. അതിനുശേഷം ഈ രോഗമെല്ലാം വന്നതിന് ശേഷം അതിനുള്ള കൃപ ദൈവം തന്നു. അതൊരു വലിയ ദൈവ അനുഗ്രഹം തന്നെയാണ്. ജീവിത അനുഭവത്തിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെ അതുകൊണ്ടാണ് ഏത് രോഗമാണല്ലോ, എത്ര പ്രയാസമാണ്, ഒരു ധർമ്മക്കാരന്റെ അവസ്ഥ പോലെ ശരീരമൊക്കെ അവികൃതമായി, എല്ലുകൾ എണ്ണം, താടി വളർന്നു, വികൃതം ഒന്നും ഷേവ് ചെയ്യാൻ പോലും ഇല്ല. നടക്കാൻ പറ്റിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു വാഹനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് മുമ്പോട്ട് കാലെടുത്ത് വെച്ചത്. അത് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു ജീവിത അനുഭവം തന്നെയായിരുന്നു. പക്ഷെ ഇന്നും ആ വാഹനത്തെ തന്നെയാണ്. എൻ്റെ ലോണെല്ലാം തീർന്നു. വളരെ നല്ല നിലയിൽ തന്നെ ദൈവം മുമ്പോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എത്രത്തോളം നടത്തിയ കർത്താവ് മേലാലും നടത്തുവാൻ വിശ്വസ്തനാണ്. പാസ്റ്റർ ഈ ലോൺ എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ വരുന്നത്, പലപ്പോഴും പാസ്റ്റർമാർക്കൊന്നും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ളൊരു ന്യായം കാണുന്നില്ല. അവർ ചെല്ലുമ്പം വരുമാനം ചോദിക്കും, സ്ഥിര വരുമാനമാണെന്ന് ചോദിക്കും, സാലറി സർട്ടിഫിക്കറ്റ് ചോദിക്കും, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം അതിനകത്തൊരു ദൈവിക അത്ഭുതമുണ്ട് നിശ്ചയമായിട്ടും. കാരണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ബാങ്കുകാരെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിലും അത് കിട്ടിയത് ഒരു ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷനാണ്, ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ഇനി കർത്താവിനെ സേവിക്കാനൊക്കെ ഉള്ള ബലവും ആരോഗ്യവും അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് പകരട്ടെ. പാസ്റ്റർ ഇനി എന്തെങ്കിലും പറയാൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പാസ്റ്റർക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ നടത്തിപ്പ് ഓരോ ജീവിത അനുഭവങ്ങളിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിന് ബ്ലീഡിങ് വന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത് 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഇതൊക്കെ പറയുമ്പോൾ ഒരു വർഷമെങ്കിലും ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിൽ കൂടി പോകുന്നവർ കാണുമായിരിക്കാം. എനിക്ക് ഒന്ന് പറയാൻ സാധിക്കും, ഈ IPCയുടെ ശുശ്രൂഷയിൽ ഇത്രയും രോഗത്തിൽ കൂടി പോകുന്ന ഒരു സഭാ പാസ്റ്റർ ഇല്ല. അതെനിക്ക് പറയാൻ സാധിക്കും. കാരണം അതിൻ്റെ എല്ലാം നടുവിൽ എന്നെ നിർത്തിയിരിക്കുന്നത് ഈ പാമ്പാടി സെന്റർ തന്നെയാണ്. ഈ സമയത്തെ മാറ്റത്തിൽ ഇപ്പോൾ ഞാൻ പാഴ്സണേജ് ഇല്ലാത്ത ചർച്ചകളിലാണ്. പാതിപ്പലം താബോർ എന്ന് പറഞ്ഞാൽ അവിടെ പാഴ്സണേജ് ഇല്ല. അങ്ങനെ അവിടെ ചെന്നെങ്കിലും അവിടെ അതിനുശേഷം പാഴ്സണേജ് ഒക്കെ ഉണ്ടായി. നല്ലൊരു ചർച്ചാണ്. എന്നാൽ ഇപ്പോൾ പാഴ്സണേജ് ഇല്ലാത്ത വളരെ ചെറിയ ഒരു സഭയാണ് പെനിയൽ മറ്റക്കര. എങ്കിലും വളരെ സന്തോഷത്തോടെ അവരെന്നെ സ്വീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ ചെയ്യുന്നു. അപ്പൊ ഈ ബ്ലീഡിങ്ങിന്റെ ജീവിത അനുഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മനുഷ്യന്റെ ഒരു ജീവശവമായി മാത്രം ഇരിക്കുന്ന ഒരു അനുഭവമാണ്. അതായത് അതിനകത്ത് ബ്ലഡ് കയറ്റുന്നതൊക്കെ ഞാൻ സ്വാഭാവികമായിട്ട് കണ്ടുകൊണ്ട് പൊട്ടാസ്യം, സോഡിയം. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പേരങ്ങ് വിട്ടുപോയി. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ടതായിട്ട് വന്നു. ബ്ലഡിനകത്തുള്ള ഒരു പ്ലാസ്മ, ഇതൊക്കെ പ്ലേറ്റ്ലെറ്റ് ഇല്ലായിരുന്നു. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കയറ്റേണ്ടതായിട്ട് വന്നു. ആ നിലയിലെല്ലാം രണ്ട് പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. മെഡിക്കൽ കോളേജിൽ നമുക്ക് ചെല്ലുമ്പോൾ ഒരു ഡോക്ടറെ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ ഡോക്ടറാണ്. പക്ഷെ എന്നെക്ക് ഈ ട്രീറ്റ് ചെയ്തത് ലാസ്റ്റ് ഹെർണിയയുടെ ഓപ്പറേഷൻ ഒഴികെ ബാക്കിയെല്ലാം ഇങ്ങനെ ഞാൻ ചെന്ന് സീരിയസ് ആയിട്ട് ചെന്ന് അങ്ങനെ അദ്ദേഹമായിട്ട് ഫോൺ ബന്ധം അങ്ങനെ എല്ലാം പുലർത്തുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കിനും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഓരോ ഘട്ടങ്ങളും വളരെ പ്രയാസകരമായ ജീവിത അനുഭവവും മരണകരമായ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഡോക്ടറായിട്ടോ സ്ഥാനം വിട്ട് എഴുന്നേറ്റ് ആദ്യം ഇതെല്ലാം കേട്ടിട്ട് വീട്ടുകാരെ വിളിച്ചു. അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി മാത്രമാകേണ്ട സ്ഥാനത്തായിരുന്നു. ഹാർട്ടിന്റെ പ്രയാസം ഉണ്ടായപ്പോൾ ആദ്യം ഞാൻ ഭാരത് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ 1.5 ലക്ഷം രൂപ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു ഇതുപോലെ പോകാം. ഒരു 2 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് ചെന്ന് ഇതൊക്കെ വളരെ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് പോകുമ്പോൾ കൂരപ്പുഴയിലുള്ള വിശ്വാസികൾ അവിടെ ഉണ്ട് മെഡിക്കൽ കോളേജിനകത്ത്.
അപ്പോൾ അതേപോലെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ ഏറ്റവും മറ്റുള്ള സഭകളിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പരിചയമുണ്ട്, എങ്ങും പരിചയമില്ലാതെ എന്താ എന്നറിയാത്ത രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് ആ കുരപ്പുഴ സഭ എന്നെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ആ സഭയോടുള്ള എന്നുമുള്ള എൻ്റെ ആത്മാർത്ഥതയോടെ ഉള്ള ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ ഘടകമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും എന്നെ അതുകൊണ്ട് അവരെ വളരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിൽക്കുവാൻ, ഈ 12 വർഷം കഴിഞ്ഞതിന് ശേഷവും ശുശ്രൂഷയിൽ തന്നെ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചത് ഓരോ വാക്കുകളും ഓരോരുത്തരുടെ പ്രോത്സാഹനവും അങ്ങനെയുള്ളതാണ്. ഈ ജീവിത അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി മാറട്ടെ. ഏത് രോഗം വന്നാലും അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സർവ്വശക്തി ഉണ്ട്. വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും. ആ സർവ്വശക്തൻ നമ്മോട് കൂടെയുണ്ട്. ഉറപ്പോടെ വിശ്വാസത്തോടെ കാലുകൾ മുമ്പോട്ട് വെക്കുക, എങ്ങും തളരരുത്, അടി പതറരുത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ജീവിതശൈലി രോഗമുള്ളെന്ന് പറയുമ്പോഴും എൻ്റെ കിഡ്നി സ്റ്റോണ് അങ്ങനെയുള്ള സർവ്വതും ഇല്ല, അങ്ങനെയുള്ളതെല്ലാം വായിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ സർവശക്തന്റെ കൃപ കൂടെയുണ്ട്. പ്രാർത്ഥന അത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. അത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും തളരാതെ മുമ്പോട്ട് നോക്കി ജീവിത വിജയം കൈവരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അടിയുറച്ച് വിശ്വസിക്കുക. ദൈവത്തിന്റെ കരുണ നമ്മോട് കൂടെയുണ്ട്. ആ ഉറപ്പ് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാം. അതിനായി ദൈവം സഹായിക്കട്ടെ. എന്നെ ഇതിനായി ക്ഷണിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ആ ചാനലിനോടുള്ള നന്ദി, പ്രത്യേകിച്ച് പ്രിയ ഫിന്നി പാസ്റ്ററുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവരങ്ങളിലേക്ക് പ്രേക്ഷകരെ ഏൽപ്പിക്കുന്നു. ഈ സാക്ഷ്യം അവിടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമേ. രോഗത്താൽ ഭാരം അനുഭവിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ. പാസ്റ്റർ ഫിന്നിക്കായി, പ്രവർത്തനത്തിനായി, ഇതിന്റെ ഓരോ പ്രവർത്തകർക്കുമായി സ്തോത്രം. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ തിരുനാമം ഞങ്ങൾ കൂടി മഹത്വം എടുപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥനയുടേതായ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. എനിക്ക് ഒരു വാക്കിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്, ജീവിതത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രതികൂലങ്ങളും കഷ്ടതകളും രോഗങ്ങളും ഒക്കെ വരാം. ലോകത്തിൽ മനുഷ്യരായി ജനിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, രോഗങ്ങൾ വരാം. വിശ്വാസിക്കും അവിശ്വാസിക്കുമെന്നും ആ കാര്യത്തിൽ വ്യത്യാസമില്ല. അവിശ്വാസിക്ക് വരുന്നത് പോലെ തന്നെ അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ വിശ്വാസിക്കും വരാം. 34-ാം സങ്കീർത്തനം പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നെന്ന്. പക്ഷേ അതിൻ്റെ നടുവിലും നമുക്കുള്ള ഒരു വലിയ മേന്മ എന്ന് പറയുന്നത് ദൈവസന്നിധി ചെല്ലാനും ദൈവത്തിൽ ആശ്രയിക്കാനും വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുവാനും അതിജീവിക്കുവാനും ഒക്കെയുള്ള ഒരു അറിവ്, അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടുകയാണെങ്കിൽ, അത് രോഗമാകാം, മറ്റ് പ്രതിസന്ധികളാകാം, തളർന്നു പോകരുത്. തളർന്നു പോകുകയല്ല ചെയ്യേണ്ടത്. കർത്താവിൻ്റെ കരം പിടിച്ച് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ കർത്താവ് പര്യാപ്തമാക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന വചനം പറയുന്നത് പോലെ ഓവർകം ചെയ്യുവാൻ കർത്താവ് നമ്മയും സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.